കഴിഞ്ഞ ആഴ്ച ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആയതിനാൽ നമ്മൾ ഇന്നാണ് അത് കൊണ്ടാടുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ബൈബിളിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നത്. സോ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുമെന്നുള്ള ധൈര്യത്താലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛൻ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ചർച്ചിലെ എല്ലാ മെമ്പേഴ്സിനോടുമുള്ള എൻ്റെ നന്ദിയെ ഞാൻ നിമിഷം അറിയിക്കുന്നു. 1780 ഇംഗ്ലണ്ടിലെ ഒരു പത്രപ്രവർത്തനായിരുന്ന റോബർട്ട് റീഡ്സ് തെരുവ് കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ഒന്നാണ് സൺഡേ സ്കൂൾ. അത് ഇന്ന് വളർന്ന് പന്തലിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. യാതൊരു പ്രതിഫലവും പറ്റാതെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയെ ഞാൻ നിമിഷം അറിയിക്കുന്നു. ദൈവഭയമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ ഇവർക്ക് ഓരോരുത്തർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൺഡേ സ്കൂളിലേക്ക് കുട്ടികളെ ക്രമമായി അയക്കുന്ന എല്ലാ പേരൻസിനോടുമുള്ള എൻ്റെ നന്ദിയെയും ഞാൻ നിമിഷം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം രൂപാന്തരീകരണത്തിനായി രൂപാന്തരപ്പെടുന്നത്. ഇത് നമുക്ക് റോമർ 12 അധ്യായം 2 വാക്യങ്ങളിൽ വായിച്ചു കേൾക്കുന്നുണ്ട്. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2. Be transformed to transform others. മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാൻ നാം രൂപാന്തരപ്പെടണം. ഇന്ന് ലോകം അതിവേഗം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നിയോഗം ലഭിച്ച ഒരേ ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന രൂപാന്തരം നമുക്ക് പരിശുദ്ധാത്മാവിൽ കൂടെ ലഭിക്കുന്നതാണ്. അതിനാലാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമാ സഭയോട് പറയുന്നത്. അത് നമുക്ക് റോമറിന്റെ 12 അധ്യായത്തിൽ 1 മുതൽ 2 വരെയുള്ള 2 വാക്യത്തിൽ വായിച്ചു കേൾക്കുന്നുണ്ട്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതായി തീർക്കുവാനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. 4 ആശയങ്ങളാണ് ഇതുമായി ബേസ് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ആധുനിക യുഗത്തിലെ മാറ്റങ്ങൾ, ചേഞ്ചസ് ഇൻ ദ മോഡേൺ ഇറ ഓർ ചേഞ്ചസ് ഇൻ ദ മോഡേൺ വേൾഡ്. നാം അറിയാതെ നമ്മുടെ ലോകം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പല പല ടെക്നോളജീസ്, നമ്മുടെ ഡ്രസ്സിംഗ് രീതികൾ, നമ്മുടെ ആചാര രീതികൾ, ഭക്ഷണ രീതികൾ, ഇവയ്ക്കൊക്കെ വളരെ വലിയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ മാറ്റമൊന്നും ശ്രദ്ധിക്കാതെ പോകരുത്. കടയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന വസ്ത്രങ്ങൾ, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ, അതായത് റഫ്ഡ് ഡ്രസ്സസ്, നമ്മൾ ഇന്ന് വലിയ വില കൊടുത്താണ് വാങ്ങുന്നത്. ഇതിനെ നമുക്ക് വെസ്റ്റേൺ കൾച്ചറിന്റെ കടന്നുകയറ്റം എന്ന് പറയാം. പക്ഷെ ഇവയൊന്നും നാം ശ്രദ്ധിക്കാതെ നമ്മളിലേക്ക് കടന്നു കയറില്ല. ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനെ സാത്താൻ മാറ്റിയെടുക്കുന്ന വിധങ്ങളെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായി വായിച്ചു കേൾക്കാം. വിലക്കപ്പെട്ട ഒരു കനി പറിച്ചതിന്റെ പേരിലാണ് ഏദൻ തോട്ടത്തിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടത്. ഇന്നും സാത്താന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. പല ചെറുപ്പക്കാരും ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇന്റർനെറ്റിന്റെ ദുരുപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അത്തിപ്പഴത്തിന് വേണ്ടിയാണ് ഏദൻ തോട്ടത്തിൽ നിന്നും ആദാമിനും ഹവയും പുറത്താക്കപ്പെട്ടത്. എന്നാൽ ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ ഒരു ചെറിയ ലഹരിയുടെ പേരിലാണ് അവർക്ക് അവരുടെ 1000 സ്വപ്നങ്ങളെ നഷ്ടമാക്കുന്നത്. പാട്ടും പ്രാർത്ഥനയും ബൈബിൾ വായനയും ഇല്ലാത്ത ഒരു ഭവനത്തിലെ കുട്ടിയെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തിൽ, സാത്താന് മാറ്റിയെടുക്കുവാൻ വളരെ എളുപ്പമാണെന്ന് ഓർക്കുക. നമ്മൾ എല്ലാവരും ചേഞ്ചസ് ഇഷ്ടപ്പെടുന്നവരാണല്ലോ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ചേഞ്ചസ് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലും മറ്റു ചില കാര്യങ്ങളിലും നമ്മുടെ സുഖ സൗകര്യങ്ങളിലുമൊക്കെയാണ് നമ്മൾ ചേഞ്ചസ് ആഗ്രഹിക്കാറുള്ളത്. ബട്ട് ദീസ് ആർ നോട്ട് ദ ചേഞ്ചസ് ദാറ്റ് ഗോഡ് റിയലി വാണ്ട്സ് ഫ്രം us. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തും. ആൻഡ് ദിസ് ഇസ് ദ റിയൽ ചേഞ്ച്. രണ്ടാമതായി, നമുക്ക് രൂപാന്തരപ്പെടാം. അങ്ങനെ മറ്റുള്ളവരെയും രൂപാന്തരപ്പെടുത്താം. Let us transform ourselves and try to transform others. നമുക്ക് രൂപാന്തരം ഉണ്ടായാൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കൂ. ഒരു അന്ധന് മറ്റൊരുവനെ വഴി കാണിച്ചു കൊടുക്കുവാൻ സാധിക്കില്ല.
നമുക്കെല്ലാവർക്കും ശമരിക്കാരി സ്ത്രീയുടെ കഥ അറിയാമല്ലോ. ശമരിക്കാരി സ്ത്രീ വളരെ മോശമായി ജീവിച്ചിരുന്നൊരു സ്ത്രീയായിരുന്നു. പക്ഷെ അവൾ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി. യേശു ക്രിസ്തുവിലുള്ള മഷിഹായെ അവൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ രൂപാന്തരപ്പെട്ട ശമരിക്കാരി സ്ത്രീക്ക് അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ച് രൂപാന്തരപ്പെടുത്തുവാൻ സാധിച്ചു. ദൈവകൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഇസ്രായേൽ മക്കൾക്ക് യെരിഹോ കോട്ട നിഷ്പ്രയാസം തകർക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ആഖാൻ ദൈവകൽപ്പന ലംഘിച്ച് ശപഥാർത്ഥ വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചതിനാൽ ചെറിയൊരു പട്ടണമായ ഹായ് പോലും പിടിച്ചെടുക്കുവാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. ഇത് നാം യോശുവയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വേദഭാഗത്തിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട്. പിന്നീട് അവന്റെ തെറ്റുകളെ അവൻ ഏറ്റുപറഞ്ഞ് രൂപാന്തരപ്പെടുന്നതായിട്ടും നാം കാണുന്നുണ്ട്. യേശുവിൽ കൂടെ ലഭിക്കുന്ന രൂപാന്തരമാണ് യഥാർത്ഥ രൂപാന്തരം. അങ്ങനെ രൂപാന്തരപ്പെട്ടവർക്ക് മാത്രമേ മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ശമരിക്കാരി സ്ത്രീ ഇതിന് വലിയൊരു എക്സാമ്പിളാണ്. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഓരോരോ സ്ഥാനത്താക്കിയിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും സ്കൂളിൽ പഠിക്കുന്നവരായാലും നമുക്ക് ഒരാളെങ്കിലും രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കണമെങ്കിൽ നാം ആദ്യം രൂപാന്തരപ്പെടണം. മൂന്നാമതായി, ദൈവഹിതം എങ്ങനെ അറിയാം? ഹൗ ഡു വി നോ ദ വിൽ ഓഫ് ഗോഡ്? ദൈവത്തോട് കൂടുതൽ ഇടപെടുന്നവർക്ക് മാത്രമേ ദൈവഹിതം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവഹിതം അറിയുന്നതിന് പലരും പല മാർഗങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വീകരിക്കാറുണ്ട്. ദൈവഹിതം തിരിച്ചറിയുന്നതിന് ബൈബിൾ തുറന്ന് ആദ്യം കാണുന്ന വാക്യം എടുത്ത് വായിക്കുന്നവരുണ്ട്. മറ്റു കൂട്ടർ നാം ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ അത് ദൈവഹിതം എന്ന് പറയുന്നവരുണ്ട്. നാം ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് ദൈവഹിതമാണ്. നമുക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും ദുഃഖിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ദൈവത്തിന്റെ പരീക്ഷണമാണിത്. പലപ്പോഴും നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. പബ്ലിക്കായിട്ട് വരെ ദൈവത്തെ നമ്മൾ തള്ളി പറയാറുണ്ട്. ഇത് സെൽഫിയുടെ യുഗമാണ്. എല്ലാവരും അവരിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇവിടെ സ്വന്തം കാര്യം നോക്കാൻ പോലും ആർക്കും സമയമില്ല. ഇവിടെ എപ്പോഴാണ് ദൈവത്തിലേക്ക് നോക്കി ദൈവഹിതം തിരിച്ചറിയുവാൻ സാധിക്കുക? ചില കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ് നാം. നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്, ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. പക്ഷെ ഓൾറെഡി ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞു നൽകിയിരിക്കുന്ന ദൈവമാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഗോഡ് മീറ്റ്സ് അവർ നീഡ്സ്, നോട്ട് അവർ വാണ്ട്സ്. ദൈവം ആവശ്യങ്ങളെ മാനിക്കുന്ന ദൈവമാണ്, ആഗ്രഹങ്ങളെ അല്ല. ഇവിടെ നാം 1-ാം പാഠം വായിച്ചപ്പോൾ ഒരു ശിംശോന്റെ ചരിത്രം വായിച്ചു കേട്ടത്. ഇസ്രായേൽ ജനത്തിനെ ഫിലിസ്തീനിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ശിംശോൻ. അവൻ ഒരു സാധാരണ വ്യക്തി ആയിരുന്നില്ല. മറ്റു മനുഷ്യനുള്ളതിനേക്കാൾ ഇരട്ടി ശക്തി ദൈവം അവന് ദാനമായി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ആ ശക്തി ദുരുപയോഗിച്ചു. അവൻ ദൈവത്തെ മറന്നു. അവൻ ഇത്രയും ദൈവഭയമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചവനായിട്ടും അവൻ ദൈവത്തെ അവന്റെ സ്വന്തം സുഖത്തിനു വേണ്ടി മറന്നു കളഞ്ഞു. അവൻ 300 കുറുക്കന്മാരെ പിടിച്ച് അവരുടെ വാലുകൾ കൂട്ടിക്കെട്ടി അതിന്റെ വാലുകളിൽ തീപ്പന്തം കെട്ടിവിട്ട് ഫിലിസ്ത്യ ദേശത്തെ തീപ്പന്തമാക്കി മാറ്റിയവൻ. അനേകരെ ഒറ്റയ്ക്ക് കൊന്നൊടുക്കിയവൻ. ദൈവഹിതം വിട്ട് സ്വന്തം സുഖത്തിനു വേണ്ടി ദലീല എന്ന മോശമായ സ്ത്രീയുടെ മടിയിൽ കിടന്നുറങ്ങിയവൻ. അവൻ ഇത്രയും ശക്തി നൽകിയ ദൈവത്തെ മറന്നു. അവസാനം അവന്റെ സ്വന്തം ജീവനെ വരെ നഷ്ടമായി. എന്താണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ഹിതമല്ല, ലോകത്തിന്റെ ഹിതമല്ല, ദൈവത്തിന്റെ ഹിതമത്രേ നാം നോക്കേണ്ടത്. സുവിശേഷ ഭാഗത്ത് നാം എന്താണ് വായിച്ചു കേട്ടത്? നമുക്ക് എല്ലാവർക്കും സക്രിയാവിനെ അറിയാമല്ലോ. സക്രിയാവ് ഒരു പുരോഹിതനായിരുന്നു. സക്രിയ പുരോഹിതന്റെ ഭാര്യയായ എലിസബത്തിന് മക്കളില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ആരാധന സമയത്ത് ദൈവം അവനോട് സംസാരിച്ചു. നിന്റെ ഭാര്യയായ എലിസബത്തിന് ഒരു കുഞ്ഞ് പ്രസവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. പക്ഷേ സക്രിയാവ് ഒരു പുരോഹിതനായിട്ട് പോലും അവനത് വിശ്വസിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിഞ്ഞില്ല. ഉടനെ ദൈവം അവനെ ശിക്ഷിച്ചു. അവനൊരു ഊമനായി തീർന്നു. അവിടെ അത് കണ്ടുനിന്നവർ വിസ്മയിച്ചു. 1 വർഷത്തിന് ശേഷം എലിസബത്ത് പ്രസവിച്ചു. പണ്ടൊക്കെ 8-ാം നാൾ പരിശോധന കഴിക്കുവാൻ ദേവാലയത്തിൽ കൊണ്ടുവരുന്ന ഒരു ആചാരമുണ്ടായിരുന്നു.
അങ്ങനെ എലിസബത്ത് ആ കുഞ്ഞിനെ 8-ാം നാൾ പരിശോധന കഴിക്കുവാൻ വേണ്ടി ആ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ അയൽക്കാരും ബന്ധുക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നാം സ്വന്തം പപ്പായുടെയോ അല്ലെങ്കിൽ വല്യപ്പച്ചന്മാരുടെ പേരൊക്കെയാണ് സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഇടാറുള്ളത്. അങ്ങനെ അവിടെയുള്ള ആൾക്കാരും ആ കുഞ്ഞിന് സക്കറിയാവെന്ന് പേര് വിളിക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ എലിസബത്ത് ദൂതൻ പറഞ്ഞതനുസരിച്ച് അവന് യോഹന്നാൻ എന്ന് പേരിടാൻ തന്നെ തീരുമാനിച്ചു. അവിടെയുള്ള ആൾക്കാരെല്ലാം സക്കറിയാവിനോടൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് സക്കറിയാവിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ സക്കറിയാവ് ഊമനായതിനാൽ ഒരു എഴുത്തുപലക ആവശ്യപ്പെട്ടു. അവൻ ആ എഴുത്തുപലകയിൽ യോഹന്നാൻ എന്ന് പേരെടുത്തു. ആ സമയം മുതൽ അവൻ സംസാരിക്കുവാൻ തുടങ്ങി. അവൻ രൂപാന്തരപ്പെട്ടു. ഇത് കേട്ടുനിന്നവർ കണ്ടുനിന്നവർ വിസ്മയിച്ചു, ഭയപ്പെട്ടു, ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവഹിതത്തിന് കീഴ്പ്പെടുവാൻ നാം തയ്യാറാകുമോ? 4-മതായി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും റിന്യൂ our minds and get transformed. എന്താണ് ഇതിന്റെ അർത്ഥം? നാം പുതിയ മനസ്സിന്റെ ഉടമകളാകണം, അതായത് ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഉടമകളാകണം. ജീവിതയാത്രയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരു സക്കായിയെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നലെ വരെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു സക്കായി. അവൻ വളരെ സെൽഫിഷ് ആയിരുന്നു. പക്ഷേ അവൻ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ മാത്രയിൽ തന്നെ മറ്റുള്ളവരെ കരുതുന്നവനായി മാറി. അവന്റെ കൂടെയുള്ള ദരിദ്രന്മാരെ അവൻ കാക്കുന്നവനായി മാറി. രൂപാന്തരീകരണത്തിനായി രൂപാന്തരപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. നിങ്ങൾ ലോകത്തിലേക്ക് പോയി സകലരെയും എന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവൻ എന്ന് പറഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തുവിന് നല്ല മക്കളായി തീരുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. സ്വയം രൂപാന്തരപ്പെടുക, അങ്ങനെ മറ്റുള്ളവരെയും രൂപാന്തരപ്പെടുത്തുക. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യജീവൻ നേടുവാനുള്ള നാഴിക നാളേക്കായി മാറ്റിവയ്ക്കയോ സ്നേഹിത. യേശുരക്ഷകൻ ഇന്നു നിന്നെയും വിളിച്ചിടുന്നിതാ. യേശുരക്ഷകൻ ഇന്നു നിന്നെയും വിളിച്ചിടുന്നിതാ. പാപത്തിൻ ഇമ്പങ്ങൾ നാശമെന്നറിഞ്ഞു നീയും പാപത്തെ സ്നേഹിപ്പാൻ പോകയോ. പാപജീവിതത്തിൽ നിന്നും മുക്തനാകുവാൻ ദിവ്യവിളി കേൾക്കുവാൻ. പാപജീവിതത്തിൽ നിന്നും മുക്തനാകുവാൻ ദിവ്യവിളി കേൾക്കുക. യേശുരക്ഷകൻ ഇന്നു നിന്നെയും വിളിച്ചിടുന്നിതാ. യേശുരക്ഷകൻ ഇന്നു നിന്നെയും വിളിച്ചിടുന്നിതാ. ദൈവമേ, ഈ നല്ല വചനത്തിനായി ഞങ്ങൾ എനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാം യേശു നാമത്തിന് ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. അവസാനമായിട്ട് എന്നെ ഈ ദൗത്യം വിശ്വസിച്ചേൽപ്പിച്ച സൺഡേ സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീകുമാര ടീച്ചറോടുള്ള എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ അറിയിക്കുന്നു. അതിനോടൊപ്പം എന്നെ ഈ വചനം പ്രിപ്പയർ ചെയ്യാൻ സഹായിച്ച് എൻ്റെ ഗ്രാൻഡ് ഫാദർ ജോൺ കെ ജോർജ് അപ്പച്ചനോടുമുള്ള എൻ്റെ നന്ദിയെ ഞാൻ നിമിഷം അറിയിക്കുന്നു.